പോലീസ് അയ്യപ്പന്മാരെ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പരീക്ഷിക്കാറുണ്ട്. അങ്ങനെ ഒരു പരീക്ഷണം അത്രയേ ഉള്ളൂ. ആ പരീക്ഷണം കഴിഞ്ഞു. ഇനി ആ തരത്തിലുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അദ്ദേഹത്തിൻ്റെ ദ്വാരപാലകരാന്ന് പറഞ്ഞ് നടക്കുന്നവർ അദ്ദേഹത്തിനൊപ്പം നിൽക്കണമെന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ ചിന്ത. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ ഇമ്മീഡിയറ്റ് ക്രൈസിസ് കഴിഞ്ഞു. ഇനി 3 മണിക്ക് നട തുറക്കുമ്പോൾ നമുക്ക് ആൾക്കാരെ തൊഴിച്ചിട്ട് ഈ തിരുമുറ്റം കൂടെ ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നമുക്ക് കയറ്റാൻ പറ്റും. സമാനമായ ബുക്കിംഗ് ഞാൻ വീണ്ടും ബുക്കിംഗ് അല്ല പ്രശ്നം. ബുക്കിംഗ് 70,000 തന്നെ ഉള്ളൂ. സ്പോട്ട് ബുക്കിങ്ങിന് നമ്മൾ 20,000 എന്നുള്ള ലിമിറ്റ് വയ്ക്കുമ്പോൾ ആ ലിമിറ്റിനുള്ളിലുള്ള ആൾക്കാർ വരാതെ സ്പോട്ട് ബുക്കിംഗ് കിട്ടിയില്ലെങ്കിൽ എങ്ങനെയെങ്കിലും തൊഴാം എന്നുള്ള ധാരണയോടുകൂടി വരുന്നവരാണ് നമുക്ക് അവർ മനസ്സിലാക്കണം. ഇനി നമ്മൾ ഇപ്പോൾ എന്തായാലും സ്പോട്ട് ബുക്കിംഗ് ഇല്ല, ഇന്നത്തേക്ക് നാളത്തേക്കുള്ളത് തീർന്നു കഴിഞ്ഞു ഓൾറെഡി. ഇനി സ്പോട്ട് ബുക്കിംഗ് ഇല്ല എന്ന് പറയാനായിട്ടാണ് നമ്മൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഒന്ന്, അതുകൂടാതെ ഇനി വരുന്ന ആൾക്കാർക്ക് ഈ സ്പോട്ട് ബുക്കിങ്ങിൻ്റെ ഇത് തോത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അനുവദിക്കാത്ത രീതിയിൽ നമ്മൾ നിലയ്ക്കൽ വെയിറ്റ് ചെയ്യാൻ പറയും. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ന് കിട്ടില്ല. ഇന്നിപ്പോൾ തൊഴാൻ വരുന്നവന് ചിലപ്പോൾ ഇന്ന് സ്പോട്ട് ബുക്കിംഗ് കിട്ടിയെന്ന് വരില്ല. നിറഞ്ഞു കഴിഞ്ഞാൽ ആ 20,000 ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ അത് അനുവദിക്കില്ല. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്ലോട്ടിൽ അവർക്ക് കിട്ടുള്ളൂ. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് വേണം ആൾക്കാർ വരാൻ. അപ്പോൾ നിലയ്ക്കൽ ഒരു ബുക്കിങ്ങും ഇല്ലാതെ വരുന്നവർ അവിടെ കാത്തു നിൽക്കാൻ തയ്യാറായിട്ട് വരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പോലീസുകാരുടെ എണ്ണം കൊണ്ടാണോ ഈ പ്രശ്നം ഉണ്ടാകുന്നത്? പോലീസുകാർ ഈ ആവശ്യത്തിന് കൂടുതൽ പോലീസുകാർ ഇപ്പം നിലവിലുണ്ട്. ഈ ഞാൻ പറഞ്ഞില്ല, 2-3 കാര്യത്തിലുള്ള ഡിസിപ്ലിൻ ഭക്തജനങ്ങൾ പാലിച്ചേ പറ്റുള്ളൂ. അതൊന്ന് ഈ ബുക്കിങ്ങിൻ്റെ കാര്യത്തിലാണ്. രണ്ടാമത് നമ്മൾ നിഷ്കർഷിച്ച ക്യൂവിലൂടെ തന്നെ വരിക. അവർ ഈ കാട്ടിലൂടെ പോകുന്നതുകൊണ്ട് വേറെ പല പ്രശ്നങ്ങളുമുണ്ട്. കാരണം വെച്ചാൽ ഇപ്പം വന്യജീവികളുടെ പ്രശ്നങ്ങളുണ്ട്, പാമ്പുകളുണ്ട്, പല ബുദ്ധിമുട്ടുകളുണ്ട്. അവരുടെയൊക്കെ സേഫ്റ്റി ഉദ്ദേശിച്ച് പിന്നെ പലയിടത്തും ചെങ്കുത്തായിട്ട് ഉള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം കരുതണം. അതുകൊണ്ട് നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ തന്നെ ദർശനത്തിന് വരികയും പോവുകയും ചെയ്യുന്നതാണ് എല്ലാവർക്കും ഉത്തമം. ഞങ്ങൾക്കും അതാണ് സമാധാനം. എല്ലാവരെയും ഭക്തജനങ്ങളെ ഭംഗിയായിട്ട് തൊഴിച്ച് തിരിച്ച് വീട്ടിലെത്തിക്കുക എന്നുള്ള ചുമതല ഞങ്ങൾക്കുണ്ട്. അവിടെ കടന്നു പോയി നോക്കിയാൽ കാണാൻ എത്ര വഴികളുണ്ടെന്ന്, എത്രയോ വഴികളുണ്ട്. അത് നമ്മൾ ആ വഴിയിൽ കൂടി അല്ലാതെ തന്നെ അവർ വരാനായിട്ട് തീരുമാനിക്കണം. നേരായിട്ടുള്ളൊരു വഴി കിടക്കുമ്പോൾ എന്തിനാണ് ഈ വളഞ്ഞ വഴിക്ക് പോകുന്നത്? അപ്പോൾ അത് ഇന്നലെ നിങ്ങൾ കാണിച്ച വിഷ്വൽ ഞാൻ കണ്ടു. അപ്പോൾ അതിനകത്ത് കാണുന്നുണ്ടല്ലോ ആൾക്കാർ വരുന്ന വഴി എങ്ങനെയാണെന്നുള്ളത്. അങ്ങനെ അവിടെ ഓരോ സ്ഥലത്തും പോലീസിനെ നിർത്തുക എന്ന് പറയുന്നത് പ്രായമല്ല, അത് കാടാണ് സത്യം. അപ്പോൾ അത് ഭഗവാന്റെ ഇച്ഛയ്ക്ക് അനുസരിച്ച് വന്ന് തൊഴുതിട്ട് പോകണം എന്നുള്ള തീരുമാനത്തോട് വേണം ഭക്തർ വരാൻ. അല്ലെ ഏത് കുറുക്കുവഴിയും അതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് കരുതരുത്. അത് അവർക്കും അപകടമാണ്, ഞങ്ങൾക്കും ബുദ്ധിമുട്ടാണ്, നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. അത് ഭഗവാനെ ബുദ്ധിമുട്ടി. കാരണം വെച്ചാൽ പൂങ്കാവനം അങ്ങനെ മലിനപ്പെടുത്താനുള്ള വഴിയും കൂടെ അല്ല. ഭഗവാൻ ഇത്രയും വഴി തന്നെ ശരിക്കും സത്യം പറഞ്ഞാൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് വളരെ പരിമിതമായ വഴികൾ മാത്രമാണ് ഇതിനുവേണ്ടി നിഷ്കർഷിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വന്യജീവി സങ്കേതത്തെ കൂടെ എന്താ പറയുക മലിനപ്പെടുത്തുന്ന രീതിയിലാണ് പലരും വരുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അതെല്ലാവരോടുമായിട്ടുള്ള അഭ്യർത്ഥനയാണ്.